ഇത് ഇൻസ്റ്റന്റ് ഫാമിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇതിപ്പോൾ ഒരു 4-5 വർഷമായിട്ടുള്ള കാറ്റ് നിൽക്കുന്ന റംബൂട്ടാൻ തൈയാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുന്നതിന് മുമ്പായിട്ട് അതിനുള്ള ഗ്രീനറി സെറ്റ് ചെയ്യുക. ഗ്രീനറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 വർഷം നമുക്ക് ആ വീട് വെച്ചതിന് ശേഷം ഗ്രീനറി സെറ്റ് ചെയ്ത് അതിൻ്റെ ഷാഡോവാണ് നമുക്കൊരു തണൽ കിട്ടുന്നൊരു സമയമുണ്ടല്ലോ, ആ തണൽ കിട്ടുന്ന സമയം ലാഭിക്കുക. അതിന് ഇൻസ്റ്റന്റ് ഫാമിംഗ് ആണ്. അപ്പോൾ അതായത് ഇത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇനിയിപ്പോൾ ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനൊന്നും കൂടി പ്രൂൺ ചെയ്ത് നല്ല ഫുഡ് ഷേപ്പ് ആവും. ഇതിപ്പോൾ ഈ വാട്ടറിങ് ഫെസിലിറ്റി വന്നതുകൊണ്ട് ഇപ്പോൾ വേനൽക്കാലത്ത് അതിൽ നനയ്ക്കുന്നതിന് മനസ്സിലായോ, വേനൽക്കാലത്ത് അതിൽ നനയ്ക്കുന്നതിന് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ വാട്ടർ ഫെസിലിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളൂ, ഉണക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം സൗകര്യത്തിലുള്ളത് കൊണ്ടേ. സാധാരണ രീതിയിൽ ഒരു റംബൂട്ടാൻ ചെടിക്ക് ഒരു ദിവസം ഒരു 20 ലിറ്റർ വെള്ളം, നല്ല ചെടിക്കാണെങ്കിൽ 20 ലിറ്റർ വെള്ളം മതി. അപ്പോൾ അത് ഒരു 2 ദിവസം 3 ദിവസം കൂടുന്ന സമയത്ത് നനച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്ര മതി. ശരിക്കും നനച്ചോ, നന്നായിട്ട് നനച്ചോ. കാര്യം ഒരു 2 ദിവസം കൂടുന്ന സമയത്ത് നനച്ചാൽ മതി. എത്ര വേനലുണ്ടെങ്കിലും 2 ദിവസം കൂടുന്ന സമയത്ത് നനച്ചാൽ മതി, കുഴപ്പമില്ല, കറക്റ്റായിട്ട് വരും. ഈ പത്രം മതി. കാരണം വെച്ചാൽ കൂടുതൽ വെള്ളം നനഞ്ഞാലും അത് വേണ്ട, ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സ്ഥലമാണ്. പക്ഷെ 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, ഒരു കാറ്റും വരും, നല്ല രസമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ വെള്ളത്തിന് ഇഷ്ടം പോലെ വെള്ളമൊക്കെ നമ്മളിപ്പോൾ 50,000 ടാങ്കൊക്കെ കെട്ടി സപ്ലൈ ഉള്ളത് കൊണ്ട് സഫിഷ്യൻ്റ്. ഒരു ദിവസം വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 2 ദിവസത്തേക്ക് എല്ലാവർക്കും കിട്ടും, സഫിഷ്യൻ്റായിട്ട് വെള്ളം കിട്ടും. പിന്നെ ഇപ്പോൾ ചെടികളും ഗ്രീനറികളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും നമുക്കിപ്പോൾ കിണറിൽ സഫിഷ്യൻ്റ് ആയിട്ടുണ്ട്, ബോറിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അത് നല്ല കാര്യമാണ്. എന്നാലും പ്രൊജക്റ്റ് നല്ല